പേടിയാകുന്നുണ്ടോ? ഇതുപോലെ ഒരു ഓഫീസ് സിറ്റിങ്ങിലേക്ക് വീണ്ടും കയറി ചെല്ലുമ്പോൾ, ബാഗ് എടുത്ത് ഏതൊരു കസേരയിൽ വെക്കുമ്പോൾ, ലാപ്ടോപ്പ് ഒന്ന് ഒതുക്കി വെക്കുമ്പോൾ, കണ്ണട മാറ്റി വെക്കുമ്പോൾ, അതായത് ജോലി ചെയ്യാൻ സന്നിഹിതരായിരിക്കുമ്പോൾ ടെൻഷൻ തോന്നാറുണ്ടോ? ടെൻഷൻ വേണ്ട. ഈ കസേരയിലിരിക്കുമ്പോൾ ചെറിയൊരു ഭയം തോന്നാറുണ്ടോ? ഇരിക്കുന്നതിന് മുമ്പ് ഈ കസേര ഇങ്ങനെ പോയാലോ, അതോ ആരെങ്കിലും എടുത്ത് മാറ്റിയാലോ എന്നുള്ള ഭയമുണ്ടോ? ലാപ്ടോപ്പിലോട്ട് നോക്കുമ്പോൾ പേടിയുണ്ടോ? നിങ്ങൾക്ക് നല്ലൊരു ക്യാബിനാണ് തന്നിരിക്കുന്നത്, എന്നാലും നിങ്ങൾക്കൊരു ഭയം. രാത്രിയല്ല, വെളിച്ചമാണ്, പകലാണ്, എന്നാലും ഒരു ഭയം. എന്തോ സംഭവിക്കാൻ പോകും എന്നുള്ള ഭീതി. കൂടെയുള്ള സഹപ്രവർത്തകരെ നല്ലോണം സംസാരിക്കുന്നുണ്ട്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ദേ മേക്ക് യു കംഫർട്ടബിൾ, എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം. ചിരിക്കുന്ന ഫേസസ് ആണ്, പക്ഷേ എപ്പോഴാണ് അവിടെ പാര വയ്ക്കുന്നത്? അങ്ങനെ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യം? എന്തോരം ബൈക്ക് അപകടങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ എന്ന് വെച്ച് ആരും വണ്ടി ഓടിക്കുന്നില്ല എന്നുണ്ടോ? ടു വീലർ ആരും ഓടിക്കുന്നില്ലോ? എല്ലാവരും ഓടിക്കുന്നുണ്ട്. സോ വൈ ബോദർ, അല്ലേ? അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ നേരത്തെ ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ഓഫീസ് സെറ്റപ്പിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് തിക്തമായ ഒരു അനുഭവം കിട്ടി നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നാൽ ഇറ്റ് ടേക്സ് ടൈം ടു ഹീൽ. പക്ഷേ ഈ ഹീലിംഗ് അത്ര പെട്ടെന്നൊന്നും നടക്കില്ല എന്നേ. എത്ര മുറിവുണ്ടെങ്കിലും ഒരു സ്കാർ ഉണ്ടാവും, മുറിപ്പാടുകൾ ഉണ്ടാവും. എത്ര ഫ്രണ്ട്ലി ആയിട്ട് ഒരാൾ വന്നാലും നിങ്ങളവരെ സംശയാസ്പദമായി നോക്കുകയുള്ളൂ. ചിരിച്ചു നിൽക്കുന്നവർ കഴുത്തിറക്കുന്നതാണല്ലോ നിങ്ങൾക്കുണ്ടായ അനുഭവം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നോർമലായിട്ട് ബിഹേവ് ചെയ്യുക, ഒരു പ്രൊഫഷണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, ബി ഫ്രണ്ട്ലി, ഡു യുവർ ഡ്യൂട്ടി. വേറെ പേഴ്സണൽ കാര്യങ്ങളിലും ഗോസിപ്പിലൊന്നും ഇൻവോൾവ് ആവാതിരിക്കുക. ഒരു ചെവി കൂടെ കേൾക്കുന്ന മറ്റു ചെവി കൂടെ വിടാനും കൂടെ ഞാൻ പറയില്ല. കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞേക്ക്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മൾ ഒരാളുമായിട്ട് നമ്മുടെ ലഞ്ച് ഷെയർ ചെയ്യുമ്പോൾ, എൻ്റെ ദൈവമേ കഥ പോലെ, ജസ്റ്റ് റിമെമ്പർ ലഞ്ച് ഇസ് ജസ്റ്റ് ടു ബി ഷെയർഡ്. ഓക്കെ, ലഞ്ച് ഷെയർ ചെയ്യുന്നവർക്ക് നമ്മൾ നമ്മുടെ ഹൃദയം പകർത്തു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയോ, ഒരുമിച്ച് ഒരു മൂവി കാണുകയോ, ഒരുമിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയോ, ഡ്രസ്സസോ കോസ്മെറ്റിക്സോ റിലേഷൻഷിപ്സോ എന്തിനെങ്കിലും കുറിച്ച് ഡിസ്കസ് ചെയ്താൽ ഇറ്റ് ഡസൻറ്റ് മീൻ ദേ ആർ എ പാർട്ട് ഓഫ് യു ഓർ യു ആർ എ പാർട്ട് ഓഫ് ദെം. യു ആർ ജസ്റ്റ് കൊളീഗ്സ്. കൊളീഗ്സ് ആയിരിക്കാം, നല്ലവരുണ്ടാവാം, അല്ലാത്തതാവാം. ആൻഡ് യുവർ ബോസ് ക്യാൻ നെവർ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ബോസ് ആയിട്ട് തന്നെ ഇരിക്കണം, അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ടേക്ക് കെയർ, പേടിക്കേണ്ട. ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിലോട്ട് ഇനിയും നിങ്ങൾ പോവുകയാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട. ബട്ട് ബി കെയർഫുൾ, ഓക്കെ? ബി വെരി കെയർഫുൾ. താങ്ക് യു.